മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മില്ലറ്റ് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ലിറ്റിൽ മില്ലറ്റ് അല്ലെങ്കിൽ ചാമേരിയാണ്. അത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തേക്കും. 6 to 8 hours സോക്ക് ചെയ്യാം. അപ്പോൾ സോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് കഴുകിയിട്ട് ആദ്യം ഒരു 15 minute സോക്ക് ചെയ്യുക. ആ സോക്ക് ചെയ്ത വെള്ളം കളഞ്ഞിട്ട് വീണ്ടും ഫ്രഷ് വെള്ളത്തിൽ വേണം ഈ 6 to 8 hours സോക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അരച്ചെടുക്കണം. ഈ വെള്ളം കളഞ്ഞ് അരച്ചെടുക്കാം. ഈ മിക്സി ജാറിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാം. ഇപ്പോൾ 1 കപ്പ് മില്ലറ്റ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ലിറ്റിൽ മില്ലറ്റ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് ചോറ്. ഏത് കപ്പിലാണ് നമ്മൾ മെഷർ ചെയ്ത ആ സെയിം കപ്പിൽ തന്നെ 1/2 കപ്പ് ചോറ്, കുക്ക്ഡ് റൈസ്. അതേപോലെ തന്നെ 1/2 കപ്പ് തന്നെ തേങ്ങ. ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച സെയിം വെള്ളം തന്നെ കുറച്ച് ചേർക്കാം. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളയപ്പമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ജീരകം 1/4 ടീസ്പൂൺ, 2 ചുവന്നുള്ളി, അതേപോലെ 1 കഷ്ണം വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നിറച്ച് വേണ്ട, പൊടിക്ക് താഴെ ഉപ്പ്, അതേപോലെ ഒരു 1/8 ടീസ്പൂൺ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഈസ്റ്റ്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ ചേർത്ത്. നമ്മൾ ആദ്യം 1/2 കപ്പ് ചേർത്തു, പിന്നെ ഇപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടെ വെള്ളം ചേർത്തു. വീണ്ടും ഒന്ന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് കിട്ടി. നമ്മൾ സാധാരണ പാലപ്പത്തിൽ എടുക്കുന്നതിനേക്കാളും ഇച്ചിരി ഒരു തിക്കർ ബാറ്റർ ആയിരിക്കും. ഇത് നമുക്ക് ഈ ബോളിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി നമുക്കിത് ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ വെതർ അനുസരിച്ച് പൊങ്ങുന്ന ടൈം വ്യത്യാസം വരും. അപ്പോൾ സാധാരണ നമ്മൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറിന് ഇടയ്ക്ക് നന്നായിട്ട് പൊങ്ങും. അപ്പം നമുക്ക് ഒത്തിരി മഴയുള്ള സമയത്തൊക്കെയാണ് കുറച്ച് സമയം കൂടെ കൂടുതലെടുക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ പുറത്ത് താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത് 150 ഡിഗ്രിയിൽ അവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം അത് ഓഫ് ചെയ്തിട്ട് ആ വോമായിട്ടുള്ള അവനിൽ ഇത് വെച്ച് ഇത് ഡബിൾ ആകുന്ന വരെ റെസ്റ്റ് ചെയ്യാം. 3 to 4 hours വെക്കുമ്പോഴത്തേക്ക് അത് പൊങ്ങി കിട്ടും. അല്ലെങ്കിൽ ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാം. മാവ് കണ്ട ഇതേപോലെ ഡബിളായിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കാം. പാൻ ചൂടായി. നോൺ സ്റ്റിക്കാണ്, എന്നാലും ചെറുതായിട്ടൊന്ന് ഓയിൽ തൂത്ത് കൊടുക്കുക. ഒത്തിരി മിക്സ് ചെയ്യാതെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാവ് ഒഴിക്കാം. സ്പൂൺ ആ സെയിം ബൗളിലേക്ക് ഇടാതെ വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുക. അതിൻ്റെ ആ എറേഷൻ കളയാണ്ടിരിക്കാനായിട്ടാണ്. തീ ഉറച്ച് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഇതെടുക്കാറായിട്ടുണ്ടാവും. ഇതേപോലെ കിട്ടും. നമ്മൾ അപ്പം കുക്ക് ചെയ്യുന്നത് ലോ ഹീറ്റിലാണ്. ഏറ്റവും ചെറിയ ഫ്ലെയിം വെച്ചിട്ട് വേണം അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ. അപ്പോൾ ഈ അപ്പം നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു തവയിൽ ഒരു 3 അപ്പമൊക്കെ ഉണ്ടാക്കി തിരിച്ചു വിട്ടിട്ട് വേണമെങ്കിലും എടുക്കാം. ആ രീതിയിൽ ഈ അപ്പം ഉണ്ടാക്കാം.
ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അപ്പവും ഉണ്ടാക്കിയെടുക്കാം. നമ്മളിന്ന് ഉണ്ടാക്കിയേക്കുന്ന അളവെന്ന് പറഞ്ഞാൽ ഒരു 7 വലിയ അപ്പമാണ്. ഇതേപോലെ വലിയ അപ്പമാണെങ്കിൽ 7 അപ്പം കിട്ടും, അല്ലെങ്കിൽ ഒരു 8 to 10 അപ്പം ഉണ്ടാക്കാം. പിന്നെ ടെക്സ്ചർ കാണിക്കാം. ഇതേപോലെ നല്ല ഹോൾസ് ആയിട്ട് നല്ല സോഫ്റ്റ് അപ്പമാണ്, ഇതേപോലെ കിട്ടും. ഇപ്പം മില്ലറ്റ്സ് ആയതുകൊണ്ട് തന്നെ അരി ആഹാരം ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇറച്ചി സ്റ്റൂവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മുട്ടക്കറിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.